ഓഹരികൾ വാങ്ങുമ്പോൾ നിക്ഷേപകർ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഡിവിഡൻഡും ഡിവിഡൻഡ് ഈൽഡും ഒക്കെ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കമ്പനിക്ക് ലാഭമുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഓഹരി ഉടമകൾക്ക് നൽകുന്നതാണ് ലാഭവിഹിതം അല്ലെങ്കിൽ ഡിവിഡൻഡ്. വിതരണം ചെയ്യാത്ത തുക സാധാരണയായി കമ്പനി ബിസിനസ്സിൽ തന്നെ വീണ്ടും നിക്ഷേപിക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരു കമ്പനിയുടെ ഓഹരി വില താരതമ്യം ചെയ്യുമ്പോൾ ഓരോ വർഷവും എത്ര ലാഭവിഹിതം നൽകുന്നുവെന്ന് ഡിവിഡൻഡ് ഈൽഡ് നോക്കിയാൽ മനസ്സിലാക്കാനാകും. ഓഹരി വിലയുടെ അനുപാതമാണിത്. സാധാരണയായി 2% മുതൽ 6% വരെയൊക്കെയുള്ള ലാഭവിഹിതം പലപ്പോഴും ആകർഷകമാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും അധികം ലാഭവിഹിതം നൽകിയ പൊതുമേഖലാ കമ്പനി ഓഹരികളിൽ കോൾ ഇന്ത്യ, ONGC, BPCL തുടങ്ങിയവയൊക്കെയുണ്ട്. ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ ഡാറ്റയനുസരിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, REC ലിമിറ്റഡ് എന്നിവയും നിക്ഷേപകർക്ക് മികച്ച ലാഭവിഹിതം നൽകി. 2025 സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപകർക്ക് ഏറ്റവും കൂടുതൽ ലാഭവിഹിതം നൽകിയ പൊതുമേഖലാ സ്ഥാപനം കോൾ ഇന്ത്യ ലിമിറ്റഡ് ആയിരുന്നു. കോൾ ഇന്ത്യ 7% ഡിവിഡൻഡ് ഈൽഡ് ഓഹരി ഉടമകൾക്ക് നൽകി. കഴിഞ്ഞ 12 മാസത്തിനിടെ 26.35 രൂപയാണ് കമ്പനി ലാഭവിഹിതമായി നിക്ഷേപകർക്ക് നൽകിയത്. ONGC ഓഹരികളും നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട് മികച്ച ലാഭവിഹിതം. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന ONGC 6% ഡിവിഡൻഡ് ഈൽഡാണ് നിക്ഷേപകർക്കായി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 12 മാസത്തിനിടെ ONGC ഓഹരി നിക്ഷേപകർക്ക് ഓഹരി ഒന്നിന് 13.5 രൂപ വീതം ലാഭവിഹിതമാണ് കൈമാറിയത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷനും കഴിഞ്ഞ 12 മാസത്തിനിടെ മികച്ച ലാഭവിഹിതം നൽകിയിട്ടുണ്ട്. 6% ഡിവിഡൻഡ് ഈൽഡാണ് കമ്പനി നിക്ഷേപകർക്ക് നൽകിയത്. ഏതാണ്ട് ONGC നൽകിയതിന് സമാനമായ തുക തന്നെയാണ് കമ്പനിയും നിക്ഷേപകർക്ക് നൽകിയത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷനാണ് മികച്ച ലാഭവിഹിതം നൽകിയ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനം. കഴിഞ്ഞ 12 മാസത്തിനിടെ ഓഹരി ഒന്നിന് 15.5 രൂപയാണ് ലാഭവിഹിതമായി കമ്പനി കൈമാറിയത്. മറ്റൊരു പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും നിക്ഷേപകർക്ക് മികച്ച ലാഭവിഹിതം ഈ കാലയളവിൽ നൽകിയിട്ടുണ്ട്. 5% കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഓഹരികൾ കഴിഞ്ഞ 12 മാസത്തിനിടെ 7 രൂപയാണ് ലാഭവിഹിതമായി നിക്ഷേപകർക്ക് നൽകിയത്. മികച്ച ലാഭവിഹിതം നൽകിയ ഓഹരികളിൽ REC ലിമിറ്റഡുമുണ്ട്. കമ്പനി 5% ഡിവിഡൻഡ് ഈൽഡാണ് നിക്ഷേപകർക്കായി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് നൽകിയതിന് സമാനമായ തുക തന്നെയാണ് ഈ ഓഹരിയും നിക്ഷേപകർക്ക് ലാഭവിഹിതമായി കൈമാറിയത്. കഴിഞ്ഞ 12 മാസത്തിനിടെ ഓഹരി ഒന്നിന് 20.4 രൂപ വീതം ലാഭവിഹിതം നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും അധികം ലാഭവിഹിതം നൽകുന്ന ഒരു സ്വകാര്യ കമ്പനി നോക്കാം. വേദാന്തയാണ് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന ലാർജ് ക്യാപ് ഓഹരികളുടെ പട്ടികയിൽ മുന്നിലുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കമ്പനി ഓഹരി ഒന്നിന് 43.5 രൂപ വീതം ലാഭവിഹിതമായി നൽകിയിരുന്നു. 2024 ഡിസംബർ 16 കമ്പനി 4ാമത്തെ ഇടക്കാല ലാഭവിഹിതം നിക്ഷേപകർക്ക് നൽകുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ഒരു ഓഹരിക്ക് 8.50 രൂപയാണ് ലാഭവിഹിതമായി പ്രഖ്യാപിച്ചത്. റെക്കോർഡ് തീയതി 2024 ഡിസംബർ 12 ആയിരുന്നു. ഒരു ഓഹരിക്ക് 20 രൂപ, 4 രൂപ, 11 രൂപ എന്ന നിരക്കിലും കമ്പനി ലാഭവിഹിതം നൽകിയിരുന്നു. 4ാമത്തെ ഇടക്കാല ലാഭവിഹിതമാണ് കമ്പനി അവസാനം പ്രഖ്യാപിച്ചത്. വേദാന്തയുടെ അനുബന്ധ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ സിങ്കും നിക്ഷേപകർക്ക് മികച്ച ലാഭവിഹിതം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 12 മാസത്തിനിടെ ഹിന്ദുസ്ഥാൻ സിങ്ക് 280 രൂപ ലാഭവിഹിതം നിക്ഷേപകർക്ക് കൈമാറി.